നമസ്കാരം. മലയാള ജാലകത്തിലേക്ക് സ്വാഗതം. ആധുനിക കവിത്രയത്തിലെ ആദ്യ കവിയായ കുമാരനാശാൻ്റെ ചില കൃതികളും അതിലെ കഥാപാത്രങ്ങളും അതിൻ്റെ മറ്റ് സവിശേഷതകളുമാണ് പരിചയപ്പെടുത്തുന്നത്. സുബ്രഹ്മണ്യ ശതകം കുമാരനാശാൻ്റെ അച്ചടിച്ച ആദ്യ കൃതി ഏതെന്നൊരു ചോദ്യമുണ്ട്. സുബ്രഹ്മണ്യ ശതകമാണ് കുമാരനാശാൻ്റെ അച്ചടിച്ച ആദ്യ കൃതിയായിട്ട് അറിയപ്പെടുന്നത്. മറ്റൊന്ന് വീണപൂവ്, ആശാൻ്റെ ആദ്യ ഖണ്ഡകാവ്യം എന്നറിയപ്പെടുന്നത് വീണപൂവാണ്. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ ഖണ്ഡകാവ്യമെന്നും വീണപൂവ് അറിയപ്പെടുന്നു. മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യമെന്ന് അറിയപ്പെടുന്നത് AR രാജരാജവർമ്മയുടെ മലയവിലാസമാണ്. ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം വീണപൂവാണ്. മിതവാദി മാസികയിലാണ് ആദ്യമായിട്ട് അത് പ്രസിദ്ധീകരിച്ചത്. വീണപൂവായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലമാണ് ജൈനമേട്. കുമാരനാശാൻ്റെ മറ്റൊരു പ്രശസ്ത കൃതിയാണ് നളിനി, ഒരു സ്നേഹം എന്നുകൂടി ആ കൃതിക്ക് പേരുണ്ട്. AR രാജരാജവർമ്മ അവതാരിക എഴുതിയൊരു കൃതിയാണ് നളിനി. ലീല, പേർഷ്യൻ കാവ്യമായ ലൈല മജ്നു, ഇതിവൃത്തത്തിൽ അതിനോട് സാമ്യമുണ്ടെന്നെല്ലാം ചില പഠനങ്ങൾ പറയുന്ന ഒരു കൃതിയാണ് ലീല. മറ്റൊന്ന് പ്രരോദനം, AR രാജരാജവർമ്മയുടെ വിയോഗത്തെ തുടർന്ന് ആശാൻ രചിച്ചെന്ന് പറയുന്നൊരു കൃതിയാണ് പ്രരോദനം. കുമാരനാശാൻ രചിച്ചൊരു വിലാപകാവ്യം എന്ന നിലയിലും പ്രരോദനം അറിയപ്പെടുന്നു. ചണ്ഡാലഭിക്ഷുകി, കുമാരനാശാൻ ബുദ്ധകഥയിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ച രണ്ട് കൃതികളാണ് കരുണയും ചണ്ഡാലഭിക്ഷുകിയും. ചണ്ഡാലഭിക്ഷുകി ബുദ്ധൻ കഥാപാത്രമായി വരുന്ന കൃതി ആശാൻ കൃതി എന്നൊരു ചോദ്യമുണ്ട്. അത് ചണ്ഡാലഭിക്ഷുകിയാണ്. മലയാളത്തിലെ കാവ്യ രംഗത്തു നിന്നുള്ള പ്രധാന ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും മലയാള ജാലകത്തിൻ്റെ ക്ലാസ്സുകളിലുണ്ട്. മറ്റൊരു ക്ലാസ്സിൽ കുമാരനാശാൻ്റെ കൃതികളുടെ സവിശേഷതകൾ, കഥാപാത്രങ്ങൾ, വരികൾ ഏതെല്ലാമാണെന്നുള്ളതെല്ലാം വിശദമാക്കാം. നന്ദി.